ഹലോ, അപ്പോൾ എല്ലാവർക്കും ദന്താസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്റ്റിക്കറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിൽ ഉണ്ടാക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതാണ് കേട്ടോ, ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് സ്റ്റിക്കറിൻ്റെ ഇതെല്ലാം. സോ ഇനി നമുക്ക് കളർ അടിച്ചെടുക്കാം. സോ ഇത് നമ്മൾ കളറൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ ഒന്ന് വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് കേട്ടോ നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള. അപ്പോൾ ഇത് 3 എണ്ണമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ 2 എണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ 3 എണ്ണം വരച്ച് വെച്ചിട്ടുണ്ട് കളറൊക്കെ അടിച്ചിട്ട്. ഇത് നമ്മൾ സെലോ ടേപ്പ് ഒന്ന് വെട്ടിയിട്ട് ഒരെണ്ണത്തിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലും താഴെയും ഒട്ടിക്കണം. എന്നിട്ടത് പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പോകും. അങ്ങനെ പതുക്കെ കട്ട് ചെയ്യണം. ഇത് നമ്മൾ ഒട്ടിച്ചത് ഞാൻ നേരത്തെ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ വെട്ടിയത് ചുമ്മാ കാണിച്ചതേ കേട്ടോ. ഇതേപോലത്തെ ഇത്തിരി ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് വെട്ടണം കേട്ടോ. നമ്മൾ വെട്ടുമ്പോൾ ആയാലും ഇങ്ങനെയാണ് വെട്ടേണ്ടത്. ഇത് നമ്മൾ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടല്ലോ, നമ്മൾ സ്റ്റിക്കർ ഇങ്ങനെ സെലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ച് ബാക്കിലും ഒന്ന് ഒട്ടിക്കണം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല, ചിലതൊക്കെ മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ബാക്കിൽ ഒട്ടിച്ചിട്ട് സ്റ്റിക്കർ ആയിട്ട് നമുക്ക് ബുക്കിലൊക്കെ ഒട്ടിക്കാൻ പറ്റും. ഇനി ഞാൻ ഓർഡറും കൂടെ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ചെയ്യുന്ന ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. അപ്പം പിന്നെ നമ്മളിത് അടുത്തെടുത്ത് കേട്ടോ. അപ്പോൾ അത് അടുത്തെടുത്തിട്ട് നമ്മളത് കുറച്ച് പകുതി ഒട്ടിക്കാം. എന്നിട്ട് ബാക്കി പകുതി ഫുൾ ഫില്ലാവുന്ന രീതിയിൽ ഒട്ടിക്കണം. എന്നിട്ട് ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിൽ ഇത് ഒട്ടിക്കാൻ ചെയ്യുന്നത്. അത് പശ വരുന്ന ഭാഗമാണ് മുമ്പിൽ വെക്കേണ്ടത്. എന്നാലാണ് അത് ഒട്ടിക്കുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് പശ വരുന്ന ഭാഗം. പക്ഷേ നമ്മൾ മുമ്പിൽ ഒട്ടിച്ച സെലോ ടേപ്പിൽ ഒത്തിരി ഗ്യാപ്പെങ്കിലും ഉണ്ടാവണം. അതേ പശ വരുന്നത് മുമ്പിൽ ഒട്ടിക്കുക. അപ്പോൾ ഇതേ നമ്മുടെ സ്റ്റിക്കർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ലൈറ്റായിട്ട് കട്ട് ചെയ്യണം. മറ്റേക്ക് ചേർത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലോ ടേപ്പൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ. ലൈറ്റായിട്ട് ഇത്തിരി ചേർത്തും നല്ല ഭംഗിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ബുക്കിൽ ഒട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ 2 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇനി ഞാൻ ബുക്കിൽ ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ബുക്കിൽ ഒട്ടിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടല്ലോ, അപ്പോൾ എങ്ങനെ ഞാൻ ബുക്കിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ കൂടെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കാം.